സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ലോയിഡ് എ സിയുടെ റിമോട്ടിനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഞാനിങ്ങനെ ഓരോ കമ്പനികളുടെ എ സിയൊക്കെ ഇങ്ങനെ എ സിയുടെ ഫങ്ഷൻസും റിമോട്ട് ഫങ്ഷൻസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും ഈ ചാനലിൽ. ഇന്ന് ലോയിഡ് എ സിയുടെയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ്, അല്ലാത്ത ഫങ്ഷൻസ് എല്ലാം ഓരോ ബട്ടൺസിൻ്റെയും സെപ്പറേറ്റ് ഫങ്ഷൻസ് എല്ലാം ഞാൻ ഇനി മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലോട്ട് ഷെയറും ചെയ്യാവുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. ഇത് ലോയിഡിൻ്റെ എ സി റിമോട്ടാണ്. ഇതിൻ്റെ അകത്ത് ഹോട്ടും കോൾഡും രണ്ടും വർക്ക് ചെയ്യും. അതായത് ഈ കമ്പനി പറയുന്നത് -10 മുതൽ 48 ഡിഗ്രി വരെ ടെമ്പറേച്ചറിൽ ഈ എ സി വർക്ക് ചെയ്യിപ്പിക്കാം. -10 നമുക്ക് നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല. അപ്പോൾ എങ്കിലും മൂന്നാറിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഹോട്ട് എയർ വേണമെങ്കിൽ ഈ എ സി വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് അതായത് ഇത് ഓഫ് ഓൺ സ്വിച്ച്, എ സി ഓഫ് ഓൺ സ്വിച്ചാണിത്. പിന്നെ ഇത് മോഡ്, ഇതിനകത്ത് ഓട്ടോ മോഡുണ്ട്, കൂൾ മോഡുണ്ട്, ഡ്രൈ മോഡുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ വീണ്ടും ഞെക്കി മോഡ് കണ്ടില്ലേ, ഡ്രൈ മോഡ് വന്നു, പിന്നെ ഹീറ്റ് മോഡ് വന്നു, ഫാൻ മോഡ്. ഇത് ഫാൻ മോഡിൽ പ്രത്യേകിച്ചൊന്നും വർക്ക് ചെയ്യില്ല, ജസ്റ്റ് ഫാൻ മാത്രം. നമ്മൾ ഓട്ടോ മോഡിലോട്ട് തിരിച്ചിട്ടു. ഈ മോഡ് ഇങ്ങനെ 4 മോഡുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫാൻ ഇപ്പോൾ കൂൾ മോഡിൽ ഇട്ടേക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കൂൾ മോഡിൽ ഇട്ടേക്കുവാണെങ്കിൽ ഈ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഫാൻ ലോ ഇടാം, മീഡിയം ഇടാം, ഹൈ ഇടാം. കണ്ടില്ലേ വന്നിരിക്കുന്നത്. ഇങ്ങനെ 3 മോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ പിള്ളേരൊക്കെ റൂമിൽ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ആ ലോയിലിട്ടാൽ മതി. പിന്നെ ഓട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ എ സിയുടെ അകത്ത് തന്നെ ഒരു സെൻസറുണ്ട്. പിന്നെ ഈ റിമോട്ടിൻ്റെ അകത്തൊരു സെൻസറുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചൊരു ഒരു ഓട്ടോ മോഡിൽ ഇതങ്ങ് വർക്ക് ചെയ്യും. റെക്കോർഡ് സ്പീഡിൽ ഫാനും കൂളും എല്ലാം കൂടെ ഒരു എ സിക്കകത്ത് കമ്പനി സെറ്റ് ചെയ്തേക്കുന്ന ആ സ്പീഡിൽ വർക്ക് ചെയ്യും. പിന്നെ പൊതുവെ പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പൊതുവെ 24 ഡിഗ്രി ടെമ്പറേച്ചർ ഇട്ടാൽ മതിയാകും. അത് ഒരു മനുഷ്യ ശരീരത്തിന് 24 അല്ലെങ്കിൽ 25 അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ അതിൽ താത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഡ്രൈ ആകും, നമ്മുടെ ശരീരത്തിലെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ 24 ഡിഗ്രി നമുക്ക് പൊതുവെ മതി. അതാകുമ്പോൾ ഇലക്ട്രിസിറ്റി ഒത്തിരി സേവ് ആകും. ഇനി സ്വിങ് മോഡ്, ഇത് കണ്ടില്ലേ, 2 സ്വിങ് ബട്ടൺസ് ഉണ്ട്. അതായത് നമ്മുടെ എ സിയുടെ ആ മുമ്പിലത്തെ ഫ്ലാപ്പില്ലേ, ആ ഫ്ലാപ്പ് അതായത് ഇങ്ങനെ താഴോട്ടും വർക്ക് ചെയ്യും, പിന്നെ 2 സൈഡിലോട്ടും വർക്ക് ചെയ്യും. മൊത്തം 4 സൈഡിലോട്ട് ഇതിൻ്റെ കാറ്റ് അടിച്ചു വിടും. പിന്നെ ഈ കാറ്റിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ ഈ ലോയിഡിൻ്റെ എ സിക്ക് അത് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ എ സികൾ മോളിൽ നിന്ന് മാത്രമേ ഉള്ളിലോട്ട് എയർ വലിച്ചെടുക്കുകയുള്ളൂ. ഈ എ സിയുടെ പ്രത്യേകത ഇത് 4 സൈഡിൽ നിന്നും, ഈ എ സിയുടെ 4 സൈഡിലും സെറ്റിങ്സ് ഉണ്ട്. ഈ എ സി 4 സൈഡിൽ നിന്നും നമ്മുടെ റൂമിലെ എയർ അകത്തോട്ട് വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കൂളിങ്, കമ്പനി പറയുന്നത് 45 സെക്കൻഡിനകത്ത് കൂളിങ് കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങളത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം ഇത്രയായി. പിന്നെ ഈ ബട്ടൺ കണ്ടോ, ടൈമർ ബട്ടൺ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറാണ്. അപ്പം നമുക്ക് അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, അങ്ങനെ മുമ്പോട്ട് ഇടാം. 1.5, 2. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് എ സി നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ സിമ്പിളുണ്ട്, ഓഫ് ചെയ്യണമെങ്കിൽ ഈ 2 മണിക്കൂർ ഇട്ടിട്ട് അതൊന്ന് എത്രയാണെന്ന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആ സമയം നമ്മൾ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്വിച്ചിൽ 2 മണിക്കൂറാണെങ്കിൽ അതിന് ഇവിടെ ഞെക്കിയാൽ മതി. അപ്പോൾ ഇത് സെറ്റാവും. ഉണ്ടോ, സൈഡിൽ സെറ്റുന്നുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ എ സി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ മുകളിലെ എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി, അങ്ങ് ഓഫ് ആയിക്കോളും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും, അത് വേണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഈ 2 ബട്ടൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് സ്ട്രോങ്. അപ്പോൾ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയുടെ ഇപ്പം വലിയൊരു റൂമാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചൂടത്ത് നമ്മൾ അകത്തോട്ട് കയറി വന്നെങ്കിൽ പെട്ടെന്ന് നമ്മൾ 24 ഇട്ടേക്കും. അപ്പോൾ ഈ സ്ട്രോങ് ഞെക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ
ഈ പെട്ടെന്ന് ടെമ്പറേച്ചർ അങ്ങോട്ട് പെട്ടെന്ന് എ സിയുടെ കംപ്രസർ വർക്കാവും. എത്രയും പെട്ടെന്ന് കൂളിംഗ് ആകുമോ അത്രയും പെട്ടെന്ന് നമ്മുടെ റൂമിൽ ടെമ്പറേച്ചർ റൈസ് ആവും. എന്ന് പറഞ്ഞാൽ ചൂടിലോട്ടല്ല, ഇങ്ങനെ ഈ 24 സാധാരണ ഈ 24 ആകാൻ വേണ്ട സമയം 10 മിനിറ്റ് ആണെങ്കിൽ ഇത് 2 മിനിറ്റ് കൊണ്ട് 24 ടെമ്പറേച്ചറിലെത്തും. അതാണ് ഈ സ്ട്രോങ് ബട്ടൻ്റെ ഇത്. പിന്നെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇൻഡോർ യൂണിറ്റിനകത്തൊരു സെൻസറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതിൻ്റെ അകത്തൊരു സെൻസറുണ്ട്. നമ്മൾ ഈ പൊതുവേ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ റിമോട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എ സി നമ്മൾ ഈ ഡയറക്ഷനൊക്കെ മാറ്റി നമ്മുടെ നേരെ വെക്കും. അത്രേ സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഫീലിംഗ് ബട്ടൺ നമ്മൾ ഞെക്കിയിട്ട് ഈ എ സി ഈ റിമോട്ട് എവിടെ കൊണ്ട് വെക്കുന്നോ അതിൻ്റെ ചുറ്റുമുള്ള ഒരു ടെമ്പറേച്ചർ എത്രയാണെന്ന് എ സി സ്വന്തമായിട്ട് സെൻസ് ചെയ്യും. എന്നിട്ട് സെൻസ് ചെയ്തിട്ട് ആ ഡയറക്ഷനിലോട്ട് ഇവൻ കാറ്റ് നല്ല പവറിൽ അങ്ങ് വിടും. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ ഡയറക്ഷനിൽ ടെമ്പറേച്ചർ ചൂടാണെങ്കിൽ അവിടെ ഈ റിമോട്ട് കൊണ്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ ഡയറക്ഷനിലോട്ട് എ സി നല്ലതായിട്ട് ഫോഴ്സിൽ കൂൾ എയർ വിടും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. പിന്നെ ക്ലീൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എ സിയുടെ അകത്തുള്ള മോയ്സ്ചർ, നമ്മൾ എ സി കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഐസ് പറ്റി പിടിക്കും. നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അത് ബാക്ടീരിയ വളരും. അപ്പോൾ ഈ ക്ലീൻ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എ സി എന്നായി എന്ന് പറഞ്ഞാൽ എ സി നന്നായിട്ട് എയർ ഈ ഫാൻ അങ്ങ് വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ അകത്തെ ഐസ് അങ്ങ് വറ്റിച്ച് കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കും. അതൊരു ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് എ സി ഓണായി ഓഫായി കഴിഞ്ഞ് മാത്രമേ നമ്മളിത് വീണ്ടും പിന്നെ നമ്മൾ ബാക്കിയുള്ള മുകളിലോട്ട് പോകുള്ളൂ. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊക്കെ എ സിക്കകത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കും, അതൊന്നും കാര്യമാക്കാൻ പോകണ്ട. പിന്നെ ഹെൽത്ത് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ എ സിക്കകത്ത് എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ചെറിയ എയർ പ്യൂരിഫിക്കേഷൻ, എയറിലുള്ള ബാക്ടീരിയാസ്, ഡസ്റ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ആനയോൺ മീറ്ററോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർ പ്യൂരിഫിക്കേഷൻ പെട്ടെന്ന് നടക്കും. പിന്നെ സ്ലീപ്പ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാത്രി ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ കിടക്കുന്നു. അപ്പോൾ ഈ സ്ലീപ്പ് ബട്ടൺ ഞെക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എ സി അഡ്ജസ്റ്റ് ചെയ്യും ടെമ്പറേച്ചർ. നമുക്ക് ഇലക്ട്രിസിറ്റി വളരെ സേവിങ് ആയത്. ഇത് അധികം ആർക്കും അറിയാൻ മേല. നമ്മൾ പൊതുവെ 24 ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 24 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ചെയ്യും. അപ്പോൾ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേനും രണ്ട് യൂണിറ്റ് കറണ്ട് ചാർജ്, ചിലപ്പോൾ 1.5 യൂണിറ്റ് കറണ്ട് ചാർജ് അതങ്ങാവും. പക്ഷേ സ്ലീപ്പ് മോഡിലോട്ട് നമ്മൾ ഈ 24 സെറ്റ് ചെയ്തിട്ട് ഈ സ്ലീപ്പ് മോഡ് ഞെക്കുവാണെങ്കിൽ 24 നേരെ എ സി നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് 24 നേരെ 28 അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ ഫാൻ മാത്രം വർക്ക് ചെയ്യും. പിന്നെ ഈ കൂളിംഗ് അനുസരിച്ച് എ സി റൂമിൽ വർക്ക് ചെയ്യും. അപ്പം ഈ സ്ലീപ്പ് മോഡ് വളരെ ഉപകാരമുള്ളൊരു സാധനം. നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് നന്നായിട്ട് കുറയ്ക്കും ഇതിൻ്റെ അകത്ത്. അപ്പം പിന്നെ അങ്ങനെ 24 28 പോയിട്ട് പിന്നെ രാവിലെ ആകുമ്പോഴത്തേനും റിട്ടേൺ 24 25 വരും എ സി. ഇത് നല്ലൊരു ഉപകാരമുള്ളതാണ്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെയാണ്. പിന്നെ ഫംഗസ് പ്രൂഫ്, ഇത് ഞാൻ ഇതുവരെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയില്ല എന്താണെന്ന്. അപ്പം ഞാൻ അടുത്ത വീഡിയോസിനകത്ത് പറയാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ എഴുതാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.